സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇവിടെ തുടക്കമായിരിക്കുകയാണ്. IM വിജയനൊപ്പം UA റീജിയണിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്ന മലയാളി കുട്ടികളാണ്. കഴിഞ്ഞ തവണ മെഡലിൽ ഇത്തവണ മെഡൽ നേടിയേ മടങ്ങൂ എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കുട്ടികൾ എത്തിയിരിക്കുന്നത്. വിജയൻ ചേട്ടാ, പിള്ളേർ എത്തിയിരിക്കുകയാണ് ഇവിടെ, ഈ UA നിന്നാണ് എത്തിയിരിക്കുന്നത്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ? ഇല്ല, തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നമ്മൾ കായികമേളയിൽ UA എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്നൊരു ടീം വരുന്നത്. നമ്മളെ സംബന്ധിച്ച് സ്പോർട്സ്മാൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. കാരണം കേരളത്തിൽ ഇത്രയും നന്നായിട്ട് ഈ മേള ഇങ്ങനെ സ്കൂൾ മേള ഇങ്ങനെ നടത്തണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ സ്ഥലത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റും പോയിട്ടുള്ളതാണ്. പക്ഷേ ഇത്രയും വലിയൊരു പരിപാടി ഒരു സ്റ്റേറ്റിലും കണ്ടിട്ടില്ല. കാരണം ഇത്രയധികം കുട്ടികൾ വരാ, പാരൻസ് വരാ, ടീച്ചേഴ്സ് വരാ, ഒക്കെ നമ്മളൊക്കെ ഭയങ്കര പുറത്തു പോകുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. നമുക്ക് പറയാനൊരു ഉന്മേഷമാണ് അത് കേൾക്കുമ്പോൾ തന്നെ. ലോകത്ത് എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്നാ പറയാ. അവിടെ എവിടെയുള്ള മലയാളിയെയും ഇവിടെ എത്തിച്ച് മത്സരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷെരീഫിൻ്റെ മോനാണ്. അപ്പോൾ അവർ UAE പഠിക്കുന്നത്. അപ്പോൾ അവരുടെ ടീം വന്നിട്ട്, നിങ്ങൾ ഫുട്ബോൾ ടീമാണോ? അല്ലാണ്ട് ബാസ്കറ്റ്ബോൾ, അത്ലറ്റിക്സ്. ഇത്തവണ 30-ലധികം കുട്ടികളുണ്ട്. കഴിഞ്ഞ തവണത്തേക്കായും ഒരുപാട് എണ്ണം കൂടുതലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, വലിയ പ്രതീക്ഷയാണോ? പ്രതീക്ഷ ഉണ്ട്. ചാമ്പ്യൻസ് ആവണം. മറ്റേത് ട്രോഫി കൊണ്ട് പോകും. തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് കുട്ടികൾ പങ്കുവെക്കുന്നത്. 30-ലധികം കുട്ടികൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഈ തവണ എത്തുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്. ഒരു മെഡൽ തന്നെ നേടി മടങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ക്യാമറ പേഴ്സൺ സന്തോഷ് ശേഖവർക്കൊപ്പം റാഫി കരീം, 24.